ഹലോ, അസ്സാം വലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇന്നിപ്പോൾ 2026 റമദാൻ നോമ്പിൻ്റെ ഫസ്റ്റ് ഡേ. അത്താഴത്തിന് എണീച്ചതാണ്. ഒരു 4:20 രണ്ടാൾക്കുള്ള ചായ വെക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് ഒന്നും കഴിക്കാനൊന്നുമുള്ളൊരു മൂഡില്ല. കാരണം നോമ്പെടുത്ത ഡേ ഒന്നുമല്ലല്ലോ. ഭക്ഷണമെല്ലാം നല്ലോണം കഴിച്ചൊരു ദിവസമായതുകൊണ്ട് തന്നെ അത്താഴത്തിന് എണീച്ചപ്പോൾ ഒന്നും വേണ്ടാന്ന് തോന്നി. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. ഇന്നിപ്പോൾ ചായയും 2 ബന്നുമാണ് കഴിക്കുന്നു. ഡേറ്റ്സും ബന്നെല്ലാം എടുത്ത് വെച്ച് ചായക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും, ദോശയോ ചപ്പാത്തിയോ. ചില സമയത്ത് വെറും പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പെടുക്കലുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഒരുപോലെ ഫുഡ് കഴിക്കാൻ തോന്നലില്ല. എല്ലാവർക്കും അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചില ദിവസം ചോറും വെക്കും. ചോറെന്നാലും ഇപ്പോൾ ഭയങ്കര കുറവാണ്. എന്നാലും ഇപ്പോൾ പിന്നെ ഷുഗറിൻ്റെ എല്ലാം മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം വെക്കും ഇൻഷാ അല്ലാ. പിന്നെന്താ, എല്ലാവർക്കും അത്താഴത്തിനെല്ലാം എണീച്ച് നോമ്പെല്ലാം റാഹത്താവട്ടെ. ഇതിപ്പോൾ എന്നെ അങ്ങനെ രാവിലെ അത്താഴമെല്ലാം കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ആമിക്ക് 7 മണിയാകുമ്പോഴത്തേക്ക് വണ്ടി വരും. അങ്ങനെ ആമിനെ സ്കൂളിലേക്ക് റെഡിയാക്കി അയച്ച് പിന്നെ കുറച്ച് സമയം ഒന്ന് കിടന്ന് എണീച്ച് പിന്നെ ബാക്കി വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം വീണ്ടും ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലിറങ്ങിയത്. ആദ്യം തന്നെ ബീഫ് കറി ഉണ്ടാക്കി വെച്ച്, പിന്നെ പത്തല് ഇട്ട്. ബീഫ് കറി സാധാ പോലെ ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റി പൊടികളെല്ലാം വഴറ്റി ബീഫിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ്. പിന്നെ പത്തലും ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ ബാങ്കിന് സമയം പെട്ടെന്നാവുമല്ലോ. കുറച്ച് ഒരു സ്പെഷ്യലായിട്ട് കടികളൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. കുറച്ച് ഉള്ളിവടയും പഴം വാട്ടിയതും 2-3 എഗ്ഗും പുഴുങ്ങിയിട്ട് ഇന്നത്തെ കടി അതാണ്. പിന്നെ എനിക്ക് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് ഇഷ്ടമാണ് വെറും വയറ്റിൽ. അതങ്ങനെ കുമ്പളങ്ങ ജ്യൂസ് ഉണ്ടാക്കി. പിന്നെ വേറെ ജ്യൂസുകളൊന്നും വേണ്ടല്ലോ, ഷുഗറല്ലേ. അപ്പോൾ പിന്നെ പിന്നെ വേമ്പേ ഉള്ളിവടയും പഴം വാട്ടിയത് എഗ്ഗ് എടുത്ത് വെച്ച് ചായ വെക്കുന്നുണ്ട്. പിന്നെ കുമ്പള ജ്യൂസ് അതെല്ലാം എടുത്ത് വെച്ചൊന്ന് മരുവാൻ കൊടുക്കാനായ സമയത്ത് ഇരിക്കുമ്പോഴേക്കൊണ്ട് ഫ്ലാറ്റിൽ സൈഡിൽ തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിൽക്കുന്നവർ കുറച്ച് കടികളെല്ലാം കൊണ്ടുത്തരുന്നു. പിന്നെ ഇവർ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ ഒരു ബിരിയാണി ഉണ്ട്. എല്ലാ നോമ്പിനും ബിരിയാണി മസ്റ്റായിട്ടും കിട്ടും. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.